സക്കാത്തായാലും ഏത് സക്കാത്താണെങ്കിലും ഞാൻ പറയട്ടെ, സക്കാത്ത് കൊടുക്കാൻ പൂർവ്വകാലം മുതലേ നമ്മുടെ നാടുകളിൽ അതിന് ചില ചിട്ടകളുണ്ട്, അതിന് ചില ശൈലികളുണ്ട്. ആ ശൈലികൾ തന്നെ തുടരാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആരോ പറഞ്ഞു ബൈത്തു സക്കാത്ത് ഉണ്ട് പോലും. അവിടെ ഒരു പൈസ പിരിക്കാൻ വരുമ്പോൾ ഒരു വീട്ടിൽ ഒരാൾ 2 മെമ്പർമാരുണ്ടെങ്കിൽ അവരുടെ ഫിത്ർ സക്കാത്തിന്റെ പൈസ ഇത്രയാണ്, പൈസ കൊടുക്കാനല്ല നിബന്ധനകൾ പറഞ്ഞത്. ഫിത്ർ സക്കാത്തിന് പാവപ്പെട്ടവർക്ക് ഭക്ഷ്യവസ്തു കൊടുക്കാനാണ് കൽപ്പന. അങ്ങനെ ആ ഭക്ഷ്യവസ്തു നമ്മൾ തന്നെ കൊണ്ടു കൊടുക്കുകയാണ് വേണ്ടത്. ചില ആളുകൾ പറയും അത് പല ആളുകളും വീട്ടിൽ ഇങ്ങനെ വന്ന് അനർഹർ വാങ്ങിപ്പോകുമെന്ന്. അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കേണ്ട. അനർഹരായ ആളുകൾ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അർഹരെ കണ്ടെത്തി നമുക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബിസിനസ്സുകാരാകുമ്പോൾ ആ ബിസിനസ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നു. അതിന് ചിലപ്പോൾ തിരുവനന്തപുരത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നില്ലേ, ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നില്ലേ, പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ പർച്ചേസിന് പോകുന്നില്ലേ. ഇതെല്ലാം നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ആഖിറത്തിലെത്തുന്ന സമയത്ത് എന്റെ നിർബന്ധ ബാധ്യതയായ സക്കാത്ത്, അതിന്റെ എന്ന് തുടങ്ങുന്ന 8 വിഭാഗത്തിൽ ഇന്ന് നിലവിലുള്ള ആർക്കെങ്കിലും എത്തിക്കേണ്ട ബാധ്യതയും എനിക്കില്ലേ എന്ന് ചിന്തിച്ച് അതിനെ നാം മെനക്കെടേണ്ടതിന് പകരം എളുപ്പ വഴികൾ ഏതെങ്കിലും മുറിവല്ലമാർ മന്ത്രിച്ചു തരുമ്പോൾ അതിനാക്ക് തൊടാതെ വിഴുങ്ങി ഈ നിർബന്ധ കർമ്മമായ ബാധ്യതയായ സക്കാത്ത് എവിടെയും അല്ലാതെയാക്കിയാൽ ഭാരതീയ ലോകത്തെത്തുന്ന സമയത്ത് നാം വിരൽ കഴിക്കേണ്ടി വരും. മഹാത്മാൻ പഠിപ്പിച്ചു, സക്കാത്ത് ഓരോരുത്തരും അവര് തന്നെ അങ്ങ് കൊടുക്കലാണ് നല്ലത്. ഇസ്ലാമിക ഭരണകൂടമുണ്ടെങ്കിൽ തങ്ങൾ ഭരണാധികാരിയായ കാലത്ത്, തങ്ങൾ ഭരണാധികാരിയായ കാലത്ത് സക്കാത്ത് പിരിച്ചെടുത്തിട്ടുണ്ട്. അത് ഭരണാധികാരി ചെയ്യേണ്ടതാണ്. ഒരു ഭരണാധികാരിക്ക് മാത്രം ചെയ്യാവുന്ന സംഗതിയാണ് അതെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ അവർ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ ഭരണാധികാരികൾക്ക് മാത്രം ചെയ്യാവുന്ന സംഗതികളുണ്ട്. കട്ടവന്റെ കൈ മുറിക്കേണ്ടത്, അത് നമ്മുടെ നാട്ടിലെ മഹല്ലുകാര് ഒരു ബൈത്തു സക്കാത്ത് എന്നതുപോലെ ബൈത്തുൽ ഖത്അ കൈ മുറിക്കാനുള്ള ഒരു കേന്ദ്രം അതുണ്ടാക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ വ്യഭിചരിച്ചവരെ എറിഞ്ഞു കൊല്ലേണ്ടതുണ്ട്, കൊല്ലാൻ പറ്റുമോ? അതൊക്കെ ഭരണാധികാരി ചെയ്യേണ്ടതാണ്. അതുപോലെ ഭരണാധികാരി എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കാത്ത് പിരിച്ചെടുത്ത് വിതരണം ചെയ്തിട്ടുണ്ട്. അതും കമ്മിറ്റിയും തമ്മിൽ എന്ത് ബന്ധം? അതും കമ്മിറ്റിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അല്ലെങ്കിലും ഈ കമ്മിറ്റിയെ വക്കാലത്താക്കുക എന്ന ന്യായം പറയാനും സാധ്യമല്ല. കമ്മിറ്റി എന്നത് വക്കാലത്താക്കണമെങ്കിൽ അതിന്റെ നിബന്ധന നിശ്ചിത വ്യക്തിയെ വക്കാലത്താക്കണം. കമ്മിറ്റിയെ ഏൽപ്പിക്കുമ്പോൾ ഒന്നുകിൽ ഒരു പ്രസിഡന്റിനെയാണ് ഏൽപ്പിക്കുന്നത്, അതിന്റെ ഭാരവാഹികളെയാണ് ഏൽപ്പിക്കുന്നത്. ആ ഭാരവാഹിക്യം ആജീവനാന്ത ഭാരവാഹിക്യമല്ല, ഉത്തമല്ല. അല്ലെങ്കിൽ അവർ കാലാകാലം പ്രസിഡന്റ് ആയിക്കൊള്ളണമെന്നില്ല. അതവരുടെ ഒരു അധികാരം മാത്രമാണ്. വ്യക്തി എന്ന നിലയ്ക്ക് അബ്ദുൽ ഹാജിയെ നമുക്ക് ഏൽപ്പിക്കാം, മുസ ഹാജിയെ നമുക്ക് ഏൽപ്പിക്കാം, ഹംസ ഹാജിയെ നമുക്ക് ഏൽപ്പിക്കാം. അതേസമയം വ്യക്തികൾക്കപ്പുറം ഒരു കമ്മിറ്റി ഏൽപ്പിക്കുക എന്ന പരിപാടി ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. ഉള്ള സക്കാത്ത്, വർഷത്തിലൊരിക്കൽ കൊടുക്കുന്ന ഫിത്ർ സക്കാത്ത്, അത് നമ്മൾ നശിപ്പിച്ച് കളയരുത്. പലപ്പോഴും പല ക്ലാസ്സിൽ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഉസ്താദേ ഈ സക്കാത്തിന്റെ അർഹര് അത് നമ്മളെക്കാൾ തിരിയ ഈ ആളുകൾക്കാണ്, ഓരോരുത്തർ കൊടുത്ത അർഹർക്ക് എന്നെ കിട്ടുമോ? ഒരു ദിവസം എന്നോട് ക്ലാസ്സിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പൊ അവർക്ക് അർഹനാണ് ആരാണെന്ന് അറിയാലോ, ആ ലീസ്റ്റിംഗ് വാങ്ങിയപ്പോൾ എന്നിട്ട് നമ്മൾ തന്നെ കൊണ്ടുകൊടുത്താൽ പോലെ അവർക്കറിയാമെന്ന് സമ്മതിക്കാം. അവർക്ക് ഈ പാവപ്പെട്ടവരാരാണെന്ന് അവർക്ക് തിരിയും, അവർക്ക് തിരിയില്ല. ഓക്കെ, എന്നാൽ ആ ലിസ്റ്റ് വാങ്ങിയിട്ട് നമ്മൾ തന്നെ കൊടുത്താൽ പോലെ ഇത് അവരെ കയ്യിലേൽപ്പിക്കണം. എന്നിട്ട് അവർക്ക് സംഘടനാ പ്രവർത്തനം നടത്തണം. നിങ്ങൾ അറിയോ, ഇവിടെ നടക്കുന്ന സമ്മേളനങ്ങളെ കുറിച്ച് ഈ പുത്തൻവാദികളുടെ കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് നടത്തിയ സമ്മേളനക്കുറിപ്പുകളെ കുറിച്ച് പത്രക്കാരെ ചോദിച്ചപ്പോൾ മിണ്ടാട്ടമില്ല. ഞങ്ങൾക്കറിയാം, പാവങ്ങളുടെ അവകാശങ്ങൾ ചൂഷണം ചെയ്ത് കയ്യിലാക്കി സമ്മേളനങ്ങൾ പൊടിപൂരം നടത്തുകയാണ്. ഈ പാവപ്പെട്ടവരുടെ അവകാശം ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് പാവപ്പെട്ടവൻ അപേക്ഷ കൊടുക്കുമ്പോ അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പാസ്സാക്കി കൊടുത്ത് അതിനുവേണ്ടി ഈ കമ്മിറ്റി പ്രസിഡന്റിന്റെ പിന്നാലെ നടന്ന് പാവങ്ങളുടെ അവകാശം കൊണ്ട് ബിസിനസ് നടത്തുന്ന ഈ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായ, പ്രത്യക്ഷ ശത്രുക്കളല്ലെങ്കിലും രഹസ്യ ശത്രുക്കളായ